ഭയം എന്ന് പറഞ്ഞാൽ എനിക്ക് മത്സരിക്കും തോക്കും എന്നുള്ളൊരു ഭയം എന്നല്ല. ഈ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോഴുള്ള ഒരു ഭയപ്പാട്. അതെങ്ങനെ ഇത് വട്ടൊത്തിക്കാൻ കഴിയും എന്നുള്ളത്. നമ്മൾ കേവലം ഒരു ചെറിയ വാർഡിനകത്ത് മാത്രം ഒതുങ്ങി നിന്ന ഒരു രാഷ്ട്രീയ മത്സര പരിചയമാണ് എനിക്കുള്ളത്. അപ്പോൾ അവിടെ നിന്ന് പെടുന്നനെ ഏറ്റവും ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോസസ് എന്നുള്ള രീതിയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അങ്കലാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് ആസ്വദിച്ചു. 2-2.5 മാസക്കാലം വളരെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ എനിക്ക് കഴിഞ്ഞത് എന്നെ സ്വീകരിച്ച ജനങ്ങളാണ്. ജനങ്ങൾ ഓരോ മേഖലയിലും ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാലോ, അത്യുഷ്ണം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നല്ല വെയില്, കൊടും ചൂട്. യഥാർത്ഥത്തിൽ ഞാനും പലപ്പോഴും തളർന്നു പോകുമായിരുന്നു, ശാരീരികമായും അതുപോലെ അപ്പോൾ തന്നെ മാനസികമായും നമ്മൾ ഡൗൺ ആയി പോകുമായിരുന്നു. പക്ഷെ ഓരോ കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി ഈ വെയിലത്ത് കാത്തു നിൽക്കുന്ന കുഞ്ഞുങ്ങളടക്കം. രാത്രി എനിക്ക് തോന്നുന്നു ഒരു 11:30 വരെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് കളമശ്ശേരി മേഖലയിലൊക്കെ. അപ്പൊ അവിടെ 6 മാസം പ്രായമായ ഒരു കുഞ്ഞു വരെയും മാലയും പിടിച്ചിട്ട് നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ അതൊക്കെ എനിക്ക് ഓരോ ദിവസവും കുതിക്കാനാണ് തോന്നിയത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ നമുക്കറിയാലോ, ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എഴുതി പുറത്തിറങ്ങുന്ന ഉടനെ തന്നെ നമ്മൾ പറയും കൊള്ളാട്ടോ, നല്ല പരീക്ഷയാണ്, നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ വന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടി നോക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ അത് റിവ്യൂ ചെയ്ത് പോകുമ്പോൾ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, അല്ലെങ്കിൽ ഈ ഭാഗം എഴുതിയത് ശരിയായില്ല, 2 പേജ് എഴുതാമായിരുന്നു, അതിലൊരു പേജ് എഴുതിയുള്ളൂ എന്നുള്ള ഒരു തോന്നല് സ്വാഭാവികമായിട്ട് എനിക്കതുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം, തൃക്കാക്കര പോലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടുതലും ഫ്ലാറ്റ് ഡ്വല്ലേഴ്സാണ്. അവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ എനിക്ക് കഴിഞ്ഞില്ല. പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും, എനിക്ക് അവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ എറണാകുളവും തൃക്കാക്കര മണ്ഡലങ്ങൾ UDF-ന്റെ കൂടെ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പരമ്പരാഗതമായി കൈപ്പത്തി വോട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവരുടെ മനസ്സിലേക്ക് ഒരു ചേഞ്ച്, എന്തിനാണ് ഞങ്ങൾ ചേഞ്ച് ചെയ്യുന്നത്, വേറൊരു ആശയം അവിടേക്ക് ചെല്ലുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി അവിടേക്ക് ചെല്ലുന്നില്ല. അപ്പൊ അതൊക്കെ ഒരു പോരായ്മയായിട്ട് ഞാൻ ഇപ്പോൾ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുകയാണ്. അപ്പൊ അവിടെയൊക്കെ ചെന്നാൽ ജനങ്ങളോട് സംസാരിച്ചാൽ അതിപ്പോ എനിക്ക് തോന്നാൻ കാരണം, ഞങ്ങളൊരു 3 ഫ്ലാറ്റിൽ ഞാൻ പോയിരുന്നു. ഞങ്ങൾ 2-3 പേര് മാത്രമായിട്ട് അവിടെ ചെന്നപ്പോ അവർ ഫ്ലാറ്റിൽ അവര് പറഞ്ഞു. അപ്പൊ ഒരു 9 മണിക്ക് ശേഷമാണ് അവിടെ ചെല്ലുന്നത്. അവര് പറഞ്ഞു, നാളെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാവരെയും കാണാനുള്ള സൗകര്യം തരാം. അപ്പൊ അവർ വളരെ സൗഹാർദ്ദപരമായി ഞങ്ങളെ സ്വീകരിക്കുകയും പിറ്റേ ദിവസം ഞങ്ങളുടെ സമയം അവർ പറഞ്ഞത്, ടീച്ചർ സമയം പറഞ്ഞാൽ മതി, ആ സമയത്ത് ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. ഞങ്ങൾ പറഞ്ഞ സമയത്ത് അവിടെ ചെല്ലുകയും കുറെ വോട്ടേഴ്സിനെ കാണാൻ സാധിക്കുകയും ചെയ്തു. അപ്പൊ അത്തരത്തിൽ വേറൊരു ഫ്ലാറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഒരാൾ അനുഭവം പറഞ്ഞത്, ഞാൻ ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാണ്. കാരണം ഒരാൾ പോലും ഞങ്ങളുടെ അടുത്ത് വരുന്നില്ല. ആ സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ ഒരു എന്തായാലും ടീച്ചർ വോട്ട് ചെയ്യും. അപ്പൊ അതുപോലെ എത്രയോ ഫ്ലാറ്റുകൾ, 100 കണക്കിന് ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ജനങ്ങൾ, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പേർ താമസിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ അടുത്തേക്കൊന്നും ചെല്ലാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതൊക്കെ എൻ്റെ ഒരു പോരായ്മയാണ്. കുറച്ചുകൂടി നന്നായി ചെയ്യാമായിരുന്നു, കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും നന്നായിട്ട് ആസ്വദിച്ചു. എല്ലാ ജനങ്ങളും എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു.